7 ഇന്ന് ലൈവില് അനീഷ് വീട്ടിലുള്ള ക്യാപ്റ്റന്മാരോട് പറഞ്ഞു നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. സോ അത് ചർച്ച ചെയ്ത് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. ക്യാപ്റ്റന്മാരെ മീറ്റിംഗ്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ നെവിൻ ചേട്ടന്റെ PR ടീമിന്റെ കളികളും നെവിൻ ചേട്ടൻ ഇത്രയും വലിയൊരു തോന്നിവാസം ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള ഉറ്റ സുഹൃത്തുക്കളായ ഒരേ വേവ് ലെങ്ത് ഉള്ള ആര്യന്റെയും അക്ബറിന്റെ അടുത്ത് പറയുന്ന കാര്യം. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി നിൽക്കുന്ന സമയമാണ് പെട്ടെന്ന് ഞാൻ സമ്മർ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം കാണാനിടയായത്. ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം എന്റെ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താന്നൊക്കെ പറയുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പ് അടിക്കാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ എന്തുവാ പിള്ളേരെ ഈ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട്? എന്തായാലും അക്ബറിന്റെ സ്വഭാവവും ആര്യന്റെ സ്വഭാവവും നെവിന്റെ സ്വഭാവവും വളരെ മോശമാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. PR-കാർക്ക് മനസ്സിലായില്ല, ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അതിലുള്ളത് ആദില, നൂറ, അനു, അനീഷ്. ആദില, നൂറ, അനു ഒക്കെ വിജയിക്കാൻ ചാൻസ് ഉണ്ടോ? അനു ഉണ്ട്, എന്നാലും ആദില, നൂറ ഒന്നും അറിയില്ല. പക്ഷെ പിന്നെയും ഒരു ചാൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ്. അപ്പൊ അനീഷിനെ അങ്ങ് നാശം കെടുത്തുക എന്നുള്ളത് ആരുടെ പ്ലാനാണ്? നെവിൻ, ആര്യൻ, അക്ബർ. അപ്പൊ ഇവന്മാര് മൂന്നാളും കൂടെ അതിന്റെ ഭാഗമായിട്ടുള്ള കളികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എന്റെ പൊന്ന അനീഷ് ഏട്ടൻ ഫാൻസെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇവന്മാര് മൂന്നാളും ഇനി അങ്ങോട്ടുള്ള 2 ആഴ്ച അനീഷിനെ വളരെ മോശമായി ചിത്രീകരിക്കും. കാരണം ഇവരെ ചീട്ട് കീറി, ഇവന്റെയും കൂടെ കീറട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല കാര്യമാണെങ്കിലും അനീഷ് പറഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കില്ല. കാരണം അങ്ങനെ ഇപ്പൊ അംഗീകരിച്ചിട്ട് ഇവൻ വലിയ സ്റ്റാർ ആവണ്ട. അതാണ് ഇന്നത്തെ ലൈവിന്റെ ഒരു മെയിൻ അപ്ഡേറ്റ്. നമുക്കത് സമ്മർ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. 7 ഇന്ന് ലൈവില് അനീഷ് വീട്ടിലുള്ള ക്യാപ്റ്റന്മാരോട് പറഞ്ഞു നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. സോ അത് ചർച്ച ചെയ്ത് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. ക്യാപ്റ്റന്മാരെ മീറ്റിംഗ് വിളിച്ച ബാക്കി എല്ലാവരും പങ്കെടുക്കും. അനീഷ് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാവരും വരും. സോ എല്ലാവരും ചേർന്ന് നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവാം എന്ന് അനീഷ് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അനീഷിനെ എടുത്തിട്ട് കടിച്ചു കീറാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അനീഷ് പറഞ്ഞത് നല്ലതാണോ എന്ന് പോലും ചിന്തിക്കാതെ അയാളെ വലിച്ചു കീറാനുള്ള തിരക്കിലായിരുന്നു ബാക്കി എല്ലാവരും. അയാളുടെ പ്രായത്തെ പറഞ്ഞ് 50 വയസ്സായെന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. 38 വയസ്സേ ആയിട്ടുള്ളൂ. നെവിന്റെ വായയിൽ പൊതുവേ ലൈസൻസ് ഇല്ല. മര്യാദയ്ക്ക് സംസാരിക്കാനോ വർത്താനം പറയാനോ സ്റ്റാൻഡേർഡോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ നെവിന്റെ വായയിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരാഴ്ച തുടങ്ങിയതിനു ശേഷം ബിഗ് ബോസ് ഹൗസ് ഒരു നല്ല രീതിയിലല്ല പോയിട്ടുള്ളത്. ശരിക്കും ബിഗ് ബോസിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു വീക്കാണിത്. ആ വീക്കിലെ ടാസ്ക് പോലും എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ജയിച്ചത് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഇവിടുത്തെ വഴക്കും തല്ലും ഒച്ചപ്പാടും നിരാഹാരവും ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കലും ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ അവിടെ നേരിട്ടപ്പം ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അപ്പൊ അതിൽ അനീഷും സാബുമോനും ആരുടെ കൂടിയുമില്ല. ഗേൾസ് ആദില, നൂറ, പിന്നെ അനുമോൾ ഒരു ടീമും ബാക്കിയുള്ള 3 ആൾ ഒരു ടീം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫുഡിനും അല്ലെ വർക്കിനും പേരിൽ തല്ലുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും നല്ലത് എന്താ, ഇത് സോൾവ് ചെയ്ത് എന്താവും, ഇനിയുള്ള ദിവസം പോസിറ്റീവായിട്ട് പോകാം എന്ന് കരുതിയാണ് അനീഷ് ഈ ഒരു സജഷൻ പറഞ്ഞത്. അതിൽ എന്ത് തെറ്റുമല്ലേ? ആ തെറ്റ് പോലും എന്താന്നുള്ളത് അല്ലെങ്കിൽ ആ കാര്യം എന്താന്ന് പോലും മനസ്സിലാക്കാണ്ട് അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പക്ഷാഭേദം കാണിക്കുന്നുണ്ട്. കാരണം അയാൾ ജയിക്കുമോ എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അയാളെ നെഗറ്റീവ് കാണിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇനി എത്രയൊക്കെ നെഗറ്റീവ് കാണിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ സ്റ്റാൻഡേർഡിലോട്ട് അനീഷിന് ഒരിക്കലും ഇറങ്ങാൻ സാധിക്കില്ല. ഓക്കെ, ഇനി നമ്മളുടെ നെവിൻ PR-കാരുടെ പേജിലൊക്കെ ഇന്നലെ കുറച്ച് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആ പോസ്റ്റിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നലെ ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം നെവിനും അക്ബറേട്ടനും അവരുടെ 3 സംഘം ഇരുന്ന് ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയൊന്ന് കാണാം. പിന്നെ ഒരു പാലിന്റെ കവറ് മറ്റേ എൻ്റെ മുഖത്തെ പാൽ മുഴുവൻ ചീറ്റിച്ച് ദേഹത്താക്കിയിട്ട് ആ ബാക്കിയുള്ള കവർ എറിഞ്ഞതിന്
ബോധകെട്ട് വീഴുന്ന ആളെ തല്ലിയിട്ട് പോകുന്ന ബിഗ് ബോസ് പറയാതെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോകും. ബിഗ് ബോസ് അങ്ങനെ പറയില്ല, അതുകൊണ്ട് വാർണിംഗ് കൊടുത്തത്. അല്ല, മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ. ആർക്ക്? ബിഗ് ബോസിനല്ല, ആ കണ്ടസ്റ്റന്റ്. എനിക്ക് വേറെന്ന് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഷോനവാസ് ഇവന്റെയൊക്കെ അഹങ്കാരം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടോ, തന്നെ സംബന്ധിച്ച് ഇതൊരു പാലിന്റെ കവർ മാത്രമാണ്. താൻ ഈ ഒരു പണിയും ചെയ്യാണ്ട് 24 മണിക്കൂർ അതിന്റെ ഉള്ളിൽ കൂടെ നടന്ന് ഈ വെട്ടി വിഴുങ്ങി ഫുഡ് കഴിച്ചുണ്ടാക്കിയ പിത്തത്തടിക്ക് ഒരു പാല് കവർ വീണിട്ടുണ്ടെങ്കിൽ ഒന്നും തോന്നില്ല. പക്ഷെ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല. പുള്ളിക്ക് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു മനുഷ്യനാണ്. ആ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കൂ. നിങ്ങളിത് എന്തെന്ന് ഈ കരുതുന്നത്? ഒരു പാലിന്റെ കവർ മേത്ത് വീണാൽ എന്താണെന്ന് ഒന്ന് നിൽക്കുക. ഒരു പാലിന്റെ കവർ നെഞ്ചത്തിട്ട് എറിഞ്ഞു നോക്കാം, എന്താ സംഭവിക്കാൻ നോക്കാം. ഇത്ര ചെയ്തത് അത്രയും തെണ്ടിത്തരമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്രത്തോളം ഇന്നലെ ആ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അത്രത്തോളം നമ്മളെ കമന്റ് സൈഡിൽ വന്നിട്ടുള്ളത് ഫുള്ള് നെവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമന്റ് ആണ്. ഈ ഇത്രയും വലിയൊരു ആക്ഷൻ ചെയ്തിട്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു കുറ്റബോധം ഇല്ലാണ്ട് ഒന്നും അറിയാത്ത ആ ഷാനവാസിനെ കയറി ഷൊണ്ണവാസിനെ വിളിച്ചേക്കുക. എവിടെയാണോ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത്? തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കണം. ഇനി ഇവൻ പാല് ചീറ്റിയതിന്റെ പുറത്താണെങ്കിലും തിരിച്ച് ചീറ്റിയതിന്റെ പുറത്താണെങ്കിലും തിരിച്ചാക്കിയതിന് നമുക്ക് സോറി ചോദിച്ചൂടെ? ഇപ്പൊ നെവിൻ ഈ ആക്ട് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ഇത്രയും നേരമായിട്ട് നെവിന്റെ മനസ്സിൽ നിന്നൊരു കുറ്റബോധത്തോടു കൂടി ഒരു സോറി എന്നൊരു വാക്കെങ്കിലും നമ്മൾ ആരെങ്കിലും കേട്ടോ? എന്ത് ക്വാളിറ്റി ഈ മനുഷ്യനുള്ളത്? നല്ലത് ചെയ്താൽ നല്ലതെന്നും തെറ്റ് ചെയ്താൽ തെറ്റെന്നും പറയാൻ പറ്റുന്നിടത്താണ് ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. അതിന് കഴിവില്ലാണ്ട് ഞാൻ 100% പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരുത്തൻ അവൻ ആ ലെവലിൽ തന്നെ നിൽക്കും. അവൻ അവിടുന്ന് ഒരു വളർച്ച ഉണ്ടാവില്ല. ഇപ്പൊ നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മൾട്ടിപ്പിൾ ടാലൻസ് ആണുള്ളത്, മൾട്ടിപ്പിൾ ടാലൻസ്. ബട്ട് യു ഡോണ്ട് ഹാവ് ദ ബേസിക് ഹ്യൂമൻ ക്വാളിറ്റി. തലവേദന കണ്ട ആലോചിക്കുക. നമ്മുടെ തെറ്റുകൾ മാത്രമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവര് എന്തെല്ലാം തെറ്റുകൾ എല്ലാവരും കാണിക്കണം. അനീഷേട്ടൻ നമ്മളെ മാത്രം ഇതിനായി ടാർഗറ്റ് ചെയ്യണത്. അനീഷേട്ടനല്ല, എല്ലാവരും അനുമോളും അത്ര ആ യോഗത്തിന്റെ പ്രശ്നം നടക്കുമ്പോ അതിന്റെ ഇടയിൽ നീ പോയി കുളിക്കടാ, കുളിക്കാണ്ട് നാറ്റെടുക്കണം എന്നൊക്കെ പറയണം. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നമല്ല. അക്ബർ ഇത്ര സില്ലി ആയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രായത്തിന്റെയും ആ എക്സ്പീരിയൻസിന്റെയും ഒരു ബുദ്ധി കാണിക്കാം. ചിലപ്പോൾ അക്ബറിനൊരു കോൺഫിഡന്റ് ഉണ്ടാവും, കാരണം ഷോ ഡയറക്ടർ ഫ്രണ്ട് ആയതിന്റെ ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. എന്നാലും ഇവിടെ 4 ആള് വീഡിയോ പുറത്ത് കാണുന്നതല്ലേ. അക്ബറിന്റെ ഉമ്മയാണെങ്കിലും അക്ബറിന്റെ ഭാര്യ ആണെങ്കിലും ഇവരൊക്കെ ഷോ കാണുന്നതാ, അവര് കുടുംബക്കാരൊക്കെ ഉള്ളതാ. ഈ നിങ്ങൾ ചെയ്തെന്താ നിങ്ങൾക്ക് അറിയാലോ? നിങ്ങൾ മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ല. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാത്തതിന്റെ ഭാഗമായിട്ട് പലർക്കും ആരോഗ്യ പ്രശ്നം വന്നു. അപ്പൊ അവര് നിങ്ങളെ ഫുഡ് കാത്തു നിൽക്കാണ്ട് അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി അവരെന്ത് ചെയ്തു? ആ പാത്രം കഴുകി വെച്ചു, അവരുടെ റേഷൻ എടുത്തിട്ട്. അതിന്റെ ദേഷ്യത്തിന്റെ പുറത്ത് ലക്ഷറി ബഡ്ജറ്റിൽ കിട്ടിയിട്ടുള്ള എല്ലാ റേഷനും ആരും അറിയാണ്ട് നിങ്ങൾ മോഷ്ടിച്ചു തിന്നു. ആ നിങ്ങളാണോ ഈ ഡയലോഗ് ഇളക്കുന്നത്? എടോ, അവനവന്റെ സൈഡിലുള്ള ഒരു 10-20 ഇതുണ്ടാവില്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ശേഷം ബാക്കിയുള്ളവന്റെ ഒരെണ്ണം മാന്താൻ പോകും. സോ ഇവരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിനപ്പുറമേ നമ്മൾ ബിഗ് ബോസിൽ കാണും. ഓക്കെ, അവിടെ കിടക്കട്ടെ. അതിനുശേഷം നമ്മളുടെ നെവിന്റെ ഒരു ഫാൻ പേജ്, നെവിൻ FC എന്ന് പറയുന്ന ഒരു പേജിൽ 2 പോസ്റ്റ് കാണാനിടയായി നാം. ആ പോസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം, അല്ലെങ്കിൽ വായിച്ചു നോക്കാം. ഷാനവാസ് ആര്യനെ പിടിച്ചു തള്ളിയതും അക്ബർ ഷാനവാസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴുള്ള ഷാനവാസിന്റെ ഉന്തലും തള്ളലും പിന്നെ അനുമോൾ ചെയ്ത ഫിസിക്കൽ അസോൾട്ടും എണ്ണിപ്പറയാനാണെങ്കിൽ കുറച്ചധികമുണ്ട്. പാവ ടാസ്കിൽ നെവിന്റെ കൈ കടിച്ചതും മാന്തിയതും മുറിച്ചതും ഇന്നലെ മാന്തിയതും അടിച്ചതും അങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട്, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ആരും ന്യായം പറയാൻ ഇൻബോക്സിൽ വരണ്ട. ഇതിനൊക്കെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നെവിൻ കോമൺ ടാർഗറ്റ് ഓഫ് ഹ്യൂജ് PR. ബൈ ദ വേ, ചുമ്മാ നടന്നുപോയ നെവിന്റെ കയ്യിലിരുന്ന പാൽ പാക്കറ്റ് കേറി പിടിച്ച് വലിച്ചിട്ട് അവൻ പാല് കുടഞ്ഞപ്പോ പാൽ ദേഹത്ത് വീണ് പാലിന്റെ ഭാരം കൊണ്ട് തളർന്നു വീണ ഷാനുക്ക എന്ന് പറയുന്നു. എന്റെ പൊന്നു ഭഗവാന്, നെവിന്റെ ഫാൻസ് നെവിന് പറ്റിയ ഫാൻസ് ആണോ? എടോ, നമുക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ഇവരൊക്കെ തന്നെയാണ്. ഈ PR-നേക്കാളും സ്നേഹം അവരൊക്കെയാണല്ലോ. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ അച്ഛനും അമ്മയും തെറ്റാന്ന് പറയും, നമ്മൾ ശരി ചെയ്താൽ നമ്മുടെ അച്ഛനും അമ്മയും ശരിയാന്ന് പറയും. നല്ല കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ അവർ നമ്മളെ ആലിംഗനം ചെയ്യുവോ അല്ല ഉമ്മ തരുവോ അല്ലെ ചേർത്ത് നിർത്തുകയോ ചെയ്യും.
തെറ്റ് ചെയ്താൽ ചിലപ്പോൾ വടിയെടുത്ത് അടിക്കുകയും ചെയ്യും. ഇതാണ് റിയൽ പേഴ്സൺ നമ്മളുടെ ലൈഫിൽ. ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തെയും ന്യായീകരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് PR എന്ന് മനസ്സിലായതിൽ സന്തോഷം. ഇനി അടുത്തൊരു പോസ്റ്റ്. ഈ ആഴ്ച ഔട്ടാവും എന്നൊക്കെ പറഞ്ഞ് കരയുന്ന PR അണ്ണന്മാരോട് അന്തം ഫാൻസിനോടും ഒന്നേ പറയാനുള്ളൂ, നെവിൻ ഔട്ടായാലും അവൻ അന്തസ്സായിട്ട് ഇറങ്ങി വരാം. സദാചാര അമ്മായിയുടെയും അമ്മാവന്റെയും മൂട് താങ്ങിയല്ല നിന്നത്. PR കണ്ട് മൂട് താങ്ങി നിന്ന് ടോപ്പ് 5 എത്തേണ്ട ഗതികേട് തൽക്കാലം നെവിനില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നെവിൻ FC എന്ന് പറയുന്ന ഒരു പേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി PR എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാന്ന്. എന്തിനാ ഡയലോഗ് കളിക്കുന്നത്? നെവിൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളിവിടെ കിടന്ന് വാരി വിളമ്പണ്ട. പിന്നെ ഇന്നലെ അനുമോൾക്ക് കിട്ടിയത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടില്ലേ? അവൾ ചൊറിഞ്ഞു, അവൻ കേറി മാന്തി, അത്രയേ ഉള്ളൂ. നല്ലത്, നല്ല സ്റ്റാൻഡേർഡ്. പിന്നെ നമ്മുടെ അണ്ണനെയോ അമ്മായിയെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പുറത്താക്കാൻ ചൂട്ടും കത്തിച്ചു നിൽക്കുന്ന ഇതൊരു ഗെയിം ഷോ ആണെന്ന് പോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത അന്തങ്ങൾ വേറെ. ഞാൻ പറയട്ടെ, ഞാൻ നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഔട്ട് ആവണം എന്നൊന്നും ഞാൻ ഇന്നേ വരെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട പണിഷ്മെന്റ് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് കിട്ടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ വീഡിയോയിലും ഞാൻ പറഞ്ഞ ചിലപ്പോൾ ലാലേട്ടൻ വന്ന ഒരു വാണിംഗ് ഉണ്ടാവും. മേ ബി അടുത്തൊരു എലിമിനേഷനിലോട്ട് ഡയറക്റ്റ് നെവിന്റെ പേരിടും. ലാലേട്ടൻ ആ വിഷയം അവിടെ സോൾവ് ചെയ്യും. അത്രയും ഒരു വഴക്ക് അവിടെ സോൾവ് ചെയ്യും. അത്രയും ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഞാൻ പ്രതീക്ഷിക്കുള്ളൂ. കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ബിഗ് ബോസ് ഷോനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതൊന്നുമല്ല നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വരെ സീരിയസ്ലി പറയാൻ ഇവൻ ചെയ്ത ഈ ഒരു ആക്ട് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അപ്പൊ അവിടെ അങ്ങനെ ഒരു അസോൾട്ട്, ഇപ്പൊ എന്താ മാന്തിന്നോ ചൊറിഞ്ഞോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയോ എഴുതിയല്ലോ, കടിച്ചു തിരിച്ചു വളച്ചു എന്നൊക്കെ പറഞ്ഞ, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നെവിന്റെ പ്രവൃത്തി കാരണം നിലത്ത് വീണ് കടക്കുമ്പോഴാണോ നിങ്ങൾ അന്തം ഫാൻസിന് മനസ്സിലായത് നെവിനെ ചൊറിഞ്ഞു മാന്തി എന്നുള്ളത്? നെവിന് അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിമിഷം അത് കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത് പറയണമായിരുന്നു. ലാലേട്ടന്റെ മുമ്പിലും പരാതിയില്ല, അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പരാതിയില്ല. തന്റെ നേരെ ഒരു അലിഗേഷൻ വരുമ്പോൾ വേഗം ബാക്കിയുള്ളവന്റെ കുറ്റം പറയുന്നത് ഇസ് എ ബ്ലഡി ചീപ്പ് ഗെയിം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.